ഇനി നമുക്ക് ഫോൺ വിളിക്കാനും ചാറ്റ് ചെയ്യാനുമൊക്കെ ചെലവ് കൂടും. കാരണം രാജ്യത്തെ ടെലികോം കമ്പനികൾ ഈ ചാർജ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വലിയ തോതിലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പല കമ്പനികൾ പലതരത്തിലാണ്. 15% മുതൽ 25% മുതൽ വർധന നമ്മുടെ ടെലിഫോൺ ചാർജിൽ ഉണ്ടാകും, മൊബൈൽ ചാർജിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത മാസം 3-ാം തീയതി മുതൽ പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. ഇവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ BSNL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം തകർന്നു പോയതാണ് യഥാർത്ഥത്തിൽ ഈ കുത്തക കമ്പനികൾക്ക് രാജ്യത്തെ ടെലികോം മേഖലയിൽ ഇത്ര വലിയ ഇടപെടലുകൾക്ക് വഴിയൊരുക്കിയത്. അതിൻ്റെ ഈ BSNLന്റെ തകർച്ചയ്ക്ക് കാരണമായത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ വിരുദ്ധ ഇടപെടലുകൾ തന്നെയാണ്. ഇപ്പോഴും ഏറ്റവും മോശം സാങ്കേതിക സംവിധാനത്തിലാണ് BSNL പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അത് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ, അതിൽ ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നെങ്കിൽ ഈ കുത്തകകൾക്ക് ഇത്ര വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. ഏതായാലും നമ്മുടെ ടെലികോം ചാർജുകളൊക്കെ വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ സമഗ്രമായ വിവരങ്ങളിലേക്ക്. രാജ്യത്ത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ മൊബൈൽ പ്ലാൻ നിരക്കുകൾ കുത്തനെ കൂട്ടി മൊബൈൽ കമ്പനികൾ. ജിയോ, VI, എയർടെൽ കമ്പനികളാണ് നിരക്കുകൾ കുത്തനെ ഉയർത്തിയത്. പ്രീപെയ്ഡ് അൺലിമിറ്റഡ് പ്ലാനുകൾ, ഡാറ്റ ആഡ് ഓൺ പ്ലാനുകൾ, പോസ്റ്റ് പെയ്ഡ് പ്ലാനുകൾ എന്നിവയുടെ നിരക്കാണ് ഉയർത്തിയിരിക്കുന്നത്. ജിബിൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഏത് രീതിയിലാണ് ഈ വർധന നമ്മളെ ബാധിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ജിബിനോട് ചോദിക്കാം. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ജിബിൻ, ഇനിയിപ്പോൾ നമുക്ക് ഫോൺ വിളിക്കാനും ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ചെലവ് കൂടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മൊബൈൽ നിരക്കുകൾ കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ടെലികോം കമ്പനികൾ. 15 മുതൽ 25% വരെ നിരക്ക് ഉയരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും തന്നെ മനു, കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിൽ കുത്തനെ ടെലികോം കമ്പനികൾ അവരുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാനമായും തന്നെ ജിയോ അടക്കമുള്ള കമ്പനികളാണ് ആദ്യമായി നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. അത് കൃത്യമായും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ കൃത്യമായും തന്നെ അംബാനി അടക്കമുള്ളവർ ഇതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇതിൽ നമ്മൾ കാണേണ്ടത് പ്രീപെയ്ഡ് അൺലിമിറ്റഡ് പ്ലാനുകളും അതോടൊപ്പം തന്നെ 3 ഡാറ്റ ആഡ് ഓൺ പ്ലാനുകൾക്കും 2 പോസ്റ്റ് പെയ്ഡ് പ്ലാനുകൾക്കും ഒക്കെയുള്ള നിരക്കുകൾ ഏകദേശം 27% അവർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ജിയോയുടെ മാത്രം കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. 27% അവർ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് പ്രതിമാസ പ്ലാനുകൾക്ക് ഇനി മുതൽ 189 രൂപ മുതൽ 449 രൂപ വരെ നൽകണം. നേരത്തെ ഇത് എന്ന് പറയുന്നത് 155 രൂപ മുതൽ 399 രൂപയായിരുന്നു. അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്ലാനിൽ നിന്നും ഏകദേശം വലിയ തോതിലുള്ള ഒരു വർധനവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഏകദേശം 189 രൂപയിലേക്ക് അത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ഇതോടൊപ്പം തന്നെ ഈ 3 മാസ പ്ലാനുകളിൽ അത് 477 രൂപ മുതൽ 1199 രൂപ വരെയാണ് നിലവിലിപ്പോൾ ഇനി നൽകേണ്ട നിരക്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വാർഷിക പ്ലാനുകൾക്ക് 1899 രൂപ മുതൽ 3599 രൂപ വരെ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് കഴിഞ്ഞ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വലിയ തോതിൽ ഈ പ്ലാനുകൾക്കൊക്കെ തന്നെ വലിയ നിരക്കുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജിയോ അടക്കമുള്ള കമ്പനികൾ പോകുന്നത്. നമ്മൾക്കറിയാം BSNL നിന്നുള്ള ഒരു കേന്ദ്ര സ്ഥാപനം, അതിൻ്റെ ഒരു വളർച്ചയും കാലഘട്ടവും ഒക്കെ തന്നെ നമ്മുടെ മുൻപിലുണ്ട്. അതിനുശേഷം ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ഈ ഒരു ടെലികോം മേഖലയെ തന്നെ തകർക്കുന്ന നിലയിലുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ ഈ ജിയോയ്ക്ക് വലിയ തോതിലുള്ള ഒരു സ്വാധീനം ചെലുത്തുന്ന രീതിയിലേക്ക്, അവർക്ക് മുൻഗണന നൽകുന്ന രീതിയിലേക്ക് രാജ്യത്തെ ടെലികോം സേവന രീതികൾ മാറുന്ന ഒരു നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ വരികയും ചെയ്തിരുന്നു. 1ാം മോദി സർക്കാരിൻ്റെ കാലത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ജിയോയ്ക്ക് ഒരു വലിയൊരു കുതിപ്പുണ്ടായത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അതിനുശേഷം ആണ് മറ്റു ടെലികോം കമ്പനികളൊക്കെ തന്നെ വലിയ തകർച്ചയിലേക്ക്, അതായത് അംബാനിക്കും മറ്റ് കമ്പനികൾക്കുമൊക്കെ അനായാസം പണം വാരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഇവിടെ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്, ഇല്ലേ? കാരണം BSNL ചിത്രത്തിലേ ഇല്ല. തീർച്ചയായും തന്നെ മനു, അതായത് ഈ അംബാനിക്കും അദാനിക്കും വലിയ തോതിലുള്ള അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിലയിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. എയർടെല്ലും അതോടൊപ്പം തന്നെ VIയും ഈ ജിയോയുടെ സേവന നിരക്കുകൾ അവർ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇവരും ഈ VIയും അതോടൊപ്പം തന്നെ എയർടെൽ അടക്കമുള്ള കമ്പനികളും ഇത്തരത്തിൽ അവരുടെ നിരക്കുകളും വർദ്ധിപ്പിക്കേണ്ടതായുള്ള നിർബന്ധിതരാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ വന്നിരുന്നു. രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന്
പിന്നാലെ തന്നെ ഉടൻ തന്നെ ഇത്തരത്തിലൊരു നിരക്ക് വർധന ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജിയോ അവരുടെ സേവന നിരക്കുകൾ തങ്ങൾ വർദ്ധിപ്പിക്കുന്നതായുള്ള പ്രഖ്യാപനമുണ്ടായത്. ഇതിന് പിന്നാലെ വിഐയും അതോടൊപ്പം തന്നെ എയർടെൽ അടക്കമുള്ള കമ്പനികൾ ഇത്തരത്തിൽ നിരക്ക് വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു നിലയിലേക്ക് അവർ നിർബന്ധിതരായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾക്ക് ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത അനുസരിച്ച് ഇത്തരത്തിൽ ഈ ടെലികോം കമ്പനികളൊക്കെ തന്നെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് കൊണ്ട് ഇപ്പോൾ BSNLും ആ ഒരു പാതയിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു നിർബന്ധിതമായ ഘട്ടത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ തന്നെ ശരി ജിബിൻ, ഓക്കെ, താങ്ക് യു. ഏതായാലും നോക്കാം. ഇനിയിപ്പോൾ ഫോണിൽ സംസാരിക്കാനും ചിലവ് കൂടും, ഡാറ്റ ഉപയോഗിക്കാനും ചിലവ് കൂടുകയാണ്. ജൂലൈ 3 മുതൽ രാജ്യത്ത് പുതിയ ടെലിഫോൺ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. 15 മുതൽ 25% വരെ വലിയ തോതിലുള്ള വർധനമാണ് ടെലികോം കമ്പനികൾ നടത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് ജിബിൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോട് സംസാരിച്ചത്.